28-ാം ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരെ ആശ്വസിപ്പിക്കുന്നു. ഗുരുവിൻ്റെ ഭൗതിക ശരീരം മൈലാപ്പൂരിലെ പള്ളിയിൽ അടക്കം ചെയ്തതിനു ശേഷവും അദ്ദേഹത്തെ വിട്ടുപോകുവാൻ തോമാശ്ലീഹായുടെ ശിഷ്യന്മാർക്ക് സാധിക്കുമായിരുന്നില്ല. അവർ അത്രയേറെ ദുഃഖിതരായിരുന്നു. എല്ലാവരും പ്രാർത്ഥനയും ഉപവാസവുമായി അവിടെ തന്നെ നിലകൊണ്ടു. ഒടുവിൽ തോമാശ്ലീഹ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. താൻ ഈശോയുടെ സന്നിധിയിലാണെന്നും നിങ്ങൾക്കു വേണ്ടി എന്നും ഈശോയുടെ പക്കൽ മാധ്യസ്ഥം വഹിക്കാമെന്നും ശ്ലീഹ അവർക്ക് ഉറപ്പുകൊടുത്തു. താൻ പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലായിടത്തും പ്രഘോഷിക്കുവാൻ അവരോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. എല്ലാവരെയും കൈകൾ ഉയർത്തി അനുഗ്രഹിച്ചതിനു ശേഷം അദ്ദേഹം അപ്രത്യക്ഷനായി. വിചിന്തനം. കർത്താവും ദൈവവുമായി താൻ അനുഭവിച്ചറിഞ്ഞ ഈശോയെയാണ് തോമാശ്ലീഹ ഭാരത മണ്ണിൽ പ്രഘോഷിച്ചത്. തോമ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഇരട്ട എന്നായിരുന്നു. തോമാശ്ലീഹായെ ഈശോ തന്നെയാണ് ഇരട്ടയെന്ന് വിളിച്ചത്. തൻ്റെ ആത്മീയ ഇരട്ടയായ തോമ ജീവിതത്തിലും മരണത്തിലും തനിക്ക് സമനായിരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. ഗുരുവിൻ്റെ ഈ ആഗ്രഹം വ്യക്തമായി അറിയാവുന്ന തോമാശ്ലീഹ എല്ലാ അർത്ഥത്തിലും ഗുരുവിനെ പോലെ ആയിരിക്കുവാൻ പൂർണ്ണമായും പരിശ്രമിച്ചു. ജീവിതത്തിലും മരണത്തിലും അദ്ദേഹം ഗുരുവിന് സമനായി. ഗുരുവിനോടൊപ്പം മരിക്കുവാൻ ആഗ്രഹിച്ച അദ്ദേഹം ഗുരുവിന് വേണ്ടി മരിച്ചു. മരണത്തിന് ശേഷം ശിഷ്യന്മാർക്ക് കാണപ്പെട്ടുകൊണ്ട് അവരെ സമാശ്വസിപ്പിച്ചു. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്താൽ അവിടുത്തോടൊപ്പം നിത്യമായി ജീവിക്കാമെന്ന് തോമാശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ പിതാവായ തോമാശ്ലീഹ വിശ്വാസ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു. നമ്മുടെ വിശ്വാസം ഉപരിപ്ലവമായി മാത്രം നിൽക്കാതെ പ്രവൃത്തികളിലൂടെ വെളിവാക്കപ്പെടട്ടെ. വിശ്വസിക്കുന്നത് പ്രഘോഷിക്കുവാനും പ്രഘോഷിക്കുന്നത് ജീവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. കർത്താവേ, നിന്റെ വഴികൾ എത്രയോ സുന്ദരം, നിന്റെ പ്രവർത്തന രീതികൾ എത്രയോ വിസ്മയാവഹം എന്ന് നമുക്ക് ഏറ്റുപറയാം. ഒപ്പം അവിടുത്തെ ഹിതമനുസരിച്ച് എന്നും നീങ്ങുവാനുള്ള പ്രതിജ്ഞ എടുക്കുകയും ചെയ്യാം. അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ ഹിതമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവനാണ് അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കുന്നത്.